അതിനാവശ്യമായ പരിശീലനം സിദ്ധിക്കാത്ത, അതിനുവേണ്ടി പ്രത്യേകം രൂപീകരിക്കാത്ത തസ്തികകളാണ് നിലവിലുണ്ടായിരുന്നത്. ആ അനോമലി പരിഹരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ എല്ലാ നഗരസഭകളിലും, കേരളത്തിലെ 86 നഗരസഭകളിലും തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അക്കൗണ്ടന്റ് തസ്തിക, അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും അക്കൗണ്ടന്റ് തസ്തിക സൃഷ്ടിച്ചു. അതോടൊപ്പം കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയും കൂടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇന്നിവിടെ നടന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന NGO-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കൊട്ടാരക്കര ഏരിയ പ്രസിഡന്റുമായ സഖാവ് അരുൺകുമാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇല്ലാത്ത ഒരു ആനുകൂല്യം ജീവനക്കാരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായി ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ സിവിൽ സർവീസ് മേഖലകളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവനക്കാരുടെ ആകെ കൂടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഏകദേശം 6 കോർപ്പറേഷനുകളിലായി അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയാണ് ഇപ്പോൾ പുതുതായി ഉണ്ടായി വരുന്നത്. അത് മാത്രമല്ല 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തസ്തിക പുതുതായി ഉണ്ടാവുകയാണ്. ഈ തസ്തികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊമോഷൻ തസ്തിക കൂടിയാണ്. ഈ 93 തസ്തികകൾ പുതുതായി ഉണ്ടാവുകയാണ്. സ്വാഭാവികമായി നമ്മുടെ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ ചില കാര്യങ്ങൾക്ക് ശേഷം ജീവനക്കാർക്കിടയിൽ വളരെയേറെ ചർച്ചകൾ ഉണ്ടാവുകയാണ്. ആ ചർച്ചകളുടെ എല്ലാം ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചില DAയുടെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഇടത്തരക്കാരന് സ്വപ്നം കാണാനാകുന്ന ഒരു തൊഴിൽ മേഖല എന്ന രീതിയിൽ മറ്റ് പ്രൈവറ്റ് മേഖലകളിൽ പോലും അടിസ്ഥാനപരമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകണമെന്നതിൻ്റെ മാനദണ്ഡം കേരളത്തിലെ ജനപക്ഷ സിവിൽ സർവീസ് ആകുന്നത് ഇവിടത്തുള്ള ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ നിരന്തരമായ ഇടപെടലുകളും സമരങ്ങളുമാണ് ഇത്തരമൊരു ജനകീയ സിവിൽ സർവീസ് കേരളത്തിൽ സ്വപ്നമല്ല യാഥാർത്ഥ്യമായി മാറുവാൻ കാരണമായി തീർന്നത്.